അസ്സലാമലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കണം. അപ്പം നമ്മൾ തക്കാളി ചെടി എങ്ങനെയാണ് നല്ല രീതിയിൽ കൂടുതൽ പൂക്കളും കായ്കളൊക്കെ നിറഞ്ഞ് നമുക്ക് കായ്ച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോട്ടി മിശ്രിതം നമ്മൾ എങ്ങനെയാണ് റെഡി ആക്കണമെന്നില്ലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി ചെടീനോട് നല്ല രീതിയിൽ നട്ട് വെച്ചിക്കണം. അപ്പോൾ അതിന് എങ്ങനെയാണ് ഞാനിവിടെ പോട്ടി മിശ്രിതം റെഡി ആക്കിയത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയൊരു ഗ്രോ ബാഗാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരുപാട് കരിയിലകളും ഇവിടെ ഒരുക്കി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കരിയിലേക്ക് ഇതുപോലെ നമുക്ക് ഈ ഗ്രോ ബാഗിൽ നിറച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിലൊരു വളമാക്കിയിട്ട് നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പം കമ്പോസ്റ്റ് തയ്യാറാക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ ഗ്രോ ബാഗ് തയ്യാറാക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മളെ പച്ചക്കറിയിൽ നിന്നും അതുപോലെ തന്നെ ചെടികളിൽ നിന്നൊക്കെ നല്ല പൂക്കളും പച്ചക്കറിയിൽ നിന്നും വിളവുകളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഗ്രോ ബാഗ് ഏകദേശം ഒരു 1/4 ഭാഗം ഇവിടെ നിറച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം പൊടുവണിൻ്റെ ഇല, അതേപോലെ ഇപ്പം നിറക്കുന്നത് മുളേൻ്റെ ഇലയും വാഴ ഇലയും ഒക്കെ കൂട്ടിയിട്ട് എല്ലാ ഇലകളും നമുക്കിതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ശേഷം ഇതുപോലത്തെ ഒരു മുറിച്ചൊരു പൈപ്പിൻ്റെ കഷ്ണം അതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ പോട്ടി മിശ്രിതം തയ്യാറാക്കിയിട്ട് ഒരിച്ചിരി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം അതിലാണ് നമ്മളെ ചെടി ഒന്ന് നട്ടുപിടിപ്പിക്കണത് കേട്ടോ. അപ്പം ചെടിക്ക് ഏകദേശം ഒരു വേരോട്ടം വരുന്ന വരെ നമ്മളെ ചെടി നല്ലൊരു പോട്ടി മിശ്രിതത്തിൽ വളരും. പിന്നെ നമുക്ക് നല്ല വളം ആയിട്ട് മാറാനുള്ള ഈ കരിയിലയിലേക്ക് അതിൻ്റെ വേരുകളൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല ഫലപുഷ്ടിയോട് കൂടിയിട്ട് നമ്മളെ ചെടികൾ വളരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മണ്ണ്, മണല്, ചാണകപ്പൊടി, ചകിരിച്ചോറ് എന്നിങ്ങനെയുള്ള പോട്ടി മിശ്രിതമൊക്കെ റെഡിയാക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പൈപ്പിനകത്ത് നമ്മൾ നല്ല പോലെ നിറച്ച് കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷം ആ പൈപ്പിൻ്റെ ചുറ്റുപാട് വീണ്ടും ഇതുപോലെ കരിയിലകൾ വെച്ചിട്ട് നിറച്ചുകൊണ്ടേ നിൽക്കുക. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നിറക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ആ കരിയിലൊക്കെ ഒരു കമ്പോസ്റ്റായിട്ട് വേഗത്തിൽ കമ്പോസ്റ്റായി മാറിയിട്ട് ചെടിക്ക് അതൊരു വളമായിട്ട് മാറണതാണ് കേട്ടോ. അപ്പം കഞ്ഞിവെള്ളം ഇല്ലാത്ത ഒരു ചാണകവെള്ളം നേർപ്പിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിവിടെ ലാസ്റ്റാണ്, ഇതിൻ്റെ ഏറ്റവും അവസാനത്തിലാണ് ചാണകം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ കരിയിലൊക്കെ ഏകദേശം ഗ്രോ ബാഗ് നിറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ ശേഷം നമ്മൾ ബാക്കി വെച്ചിരുന്ന ആ പോട്ടി മിശ്രിതം കുറച്ച് ഇതിൽ കൂടെ അങ്ങനെ ഒന്ന് വെതറിയിട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് ഇനി നടുവിൽ കിടക്കണ ഈ പൈപ്പ് ഉണ്ടല്ലോ അതിനെ മെല്ലെ അങ്ങോട്ട് അവധിമെന്ന് ഊരിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ പൈപ്പിന് അവിടെ നിന്ന് ഊരിയെടുത്തിട്ട് ഇനി നമുക്ക് ആ ഭാഗത്ത് എന്ത് ചെടിയാണോ നമ്മൾ നടാൻ പോണത് ആ ചെടി നമുക്ക് ആ ഭാഗത്ത് മെല്ലെ അങ്ങോട്ട് നട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മളെ തക്കാളി ചെടി എടുത്ത് കൊണ്ടുവന്നിട്ട് അതുപോലെ ഇവിടെ നട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പറിച്ച സമയത്ത് തന്നെ വേരുകളൊന്നും ഇളക്കാത്ത രീതിയിലാണ് കേട്ടോ അതിനെ പറിച്ച് കൊടുക്കണം. അപ്പം ഇനി അത് വാടാതെ അതുപോലെ തന്നെ നിന്നിട്ട് അതങ്ങനെ അങ്ങോട്ട് വളർന്നോളൂ കേട്ടോ. അങ്ങനെ ഏകദേശമൊക്കെ വലിപ്പം പ്രായം എത്തി തുടങ്ങിയൊരു തക്കാളി ചെടി ആയ കാരണം പെട്ടെന്ന് തന്നെ ഇത് പൂവും കായൊക്കെ വരാൻ തുടങ്ങും കേട്ടോ. ഇതുപോലെ ചെറിയ തൈ നടുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ നട്ട ചെടിയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൂടുതലായിട്ട് നമുക്ക് പൂവും കായും ഒക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മളെ ഗ്രോ ബാഗ് നിറച്ചിട്ട് നമ്മളെ പച്ചക്കറി തൈകളാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ ചെടികളാണെങ്കിലും ഒക്കെ നട്ടുപിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ മണലൊക്കെ വെതറിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഇതുപോലെ ആ ചെടീൻ്റെ മുരട്ടിലും വേരിലൊന്നും ആവാത്ത രീതിയിൽ അതിൻ്റെ ചുറ്റുഭാഗത്ത് കൂടെ ആ കരിയിലേൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഒക്കെ ആയിട്ട് ഈ ചാണകവെള്ളം നേർപ്പിച്ച് അങ്ങോട്ട് നല്ല പോലെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളെ ഗ്രോ ബാഗ് തയ്യാറാക്കലിവിടെ റെഡിയായി. ഞാൻ ആ വെള്ളം ഒഴിച്ചതിൻ്റെ മുകളിൽ കൂടെ ഇച്ചിരിയും കൂടി നമ്മളെ പോട്ടി മിശ്രം തയ്യാറാക്കിയത് ഒന്നും കൂടി ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്യട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൊന്ന് അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ഗ്രോ ബാഗ് റെഡിയായി. ഇനി നമ്മൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു തണൽ ഭാഗത്തേക്ക് കുറച്ച് ദിവസം നമുക്കിതിനെ എടുത്തു വെക്കാം. പിന്നെ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് നമ്മളതിനെ മാറ്റിയും കൂടി കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു 15 ദിവസം കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫെർട്ടിലൈസറും കൂടി നമ്മളിതിന് ആഡ് ചെയ്യുക. എത്രമാത്രം ചെയ്താൽ നമ്മളെ ചെടി നല്ല രീതിയിൽ വളർന്ന് പൂവും കായും തിങ്ങി നിറഞ്ഞു വരുന്നതാണ് കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അസ്സലാമു അലൈക്കും.